ഈ വഴിയിൽ വെച്ച് ബൈക്കിൽ പോകുന്ന ഒരാളെ പൈപ്പ് കൊണ്ട് തലക്കടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ ചെന്നിറങ്ങാൻ പോകുന്ന ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞത് ആന്ധ്രയിൽ തന്നെ ഏറ്റവും ഒരു അപകടം പിടിച്ച ഗ്രാമമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. നമ്മൾ കാണുന്ന പഴയ തെലുങ്ക് പടങ്ങളും കന്നഡ പടങ്ങളിലൊക്കെ ഭൂസ്വത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രീയമായിട്ടും കുടുംബ വർഗീയതയൊക്കെ ആയിട്ട് തമ്മിൽ കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, ബോംബെറിഞ്ഞൊല്ലുന്നു, അങ്ങനെയൊക്കെ. ആന്ധ്രയിലെ ഭക്ഷണവും സംസ്കാരവും വീടും കൃഷിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്റെ ഫ്രണ്ടായ തോട്ട പാവന മോഹൻ റെഡ്ഡിയുടെ വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ വന്ന് കയറിയപ്പോ തന്നെ എനിക്ക് കിട്ടി ഈ ഒരു ചായ, ഒരു രക്ഷയില്ല, ഒരു പായസം കുടിച്ച ഫീലാണ്. ഇവിടെ ഹോസ്പിറ്റാലിറ്റി എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കാര്യം മാത്രം, ഈ ഒരു വീടിന് ഒറ്റ റൂമേ ഉള്ളൂ. ആ റൂമാണ് നമുക്ക് അവിടെ എത്തിയപ്പോ അവര് തന്നത്. ആന്ധ്രയിലെ ഭക്ഷണത്തിനെ കുറിച്ച് ഒന്നേ പറയാനുള്ളൂ, നല്ല കിഡിലൻ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ ഇവരെ കൃഷിയെല്ലാം കാണാൻ ഇറങ്ങിയതാണ്. ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. 25 ഏക്കറാണ് ഇവർക്ക് ഏകദേശം അവിടെ ഉള്ളത്. അത്രയും സ്ഥലത്ത് അവർ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇവർ ഈ പാടത്ത് കയറിയിരിക്കുന്നത് ഇരിക്കാനുണ്ടാക്കിയതല്ല, ഇത് ഇവരുടെ പൂർവികരുടെ കല്ലറയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വ്യത്യസ്തമായ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത്, പൈസ ഉള്ളവർ ഇവിടെ പ്രൗഢി കാണിക്കുന്നത് കാറിന്റെയും വീടിന്റെയും മുകളിലൊന്നും, മരണശേഷം ഉണ്ടാക്കുന്ന കല്ലറയ്ക്ക് മുകളിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായി തോന്നി. ഭക്ഷണമൊക്കെ നിലത്ത് വെച്ച് എല്ലാവരും ചുറ്റും ഇരുന്ന് വീടിന്റെ പല സ്ഥലത്തായിട്ടാണ് ഓരോ നേരത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചത്.